കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് ഇസ്രയേലിലെ വളരെ ലീഡിംഗായി നിൽക്കുന്ന സംഗീതജ്ഞനായിരുന്ന ആസഫ് 77-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ ദൈവത്തോട് പറയുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ചിന്തകൾ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്ക് സങ്കീർത്തനം 77-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളിൽ ആശ്വാസം നിരസിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് 1-ാമത്തെ വാക്യമാണ്. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ഈ വരികളുടെ ആത്മീകമായ അർത്ഥങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുവല്ലോ. ഇന്ന് 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ താൻ പറയുന്നു, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. ഈ ഒരു വിഷയം സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ സൃഷ്ടിപ്പിൽ ഓരോ ദിവസങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളെയും സൃഷ്ടിച്ചിട്ട് ദൈവം പറയുകയുണ്ടായി, നല്ല ദിവസം നല്ലതായി തീർന്നു, എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അതിനർത്ഥം ഒരു ദിവസം പോലും മോശമില്ല, എല്ലാ ദിവസവും നല്ലതാണ്. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ദിവസങ്ങളെക്കുറിച്ച് ചില ചിന്തകളുണ്ട്. ചൊവ്വാഴ്ച നല്ല ദിവസമല്ല, വെള്ളിയാഴ്ച നല്ല ദിവസമല്ല എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. സൃഷ്ടവായ ദൈവം ഈ ദിവസങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം കണ്ടത് നല്ലതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലാത്ത ഒരു ദിവസമില്ല, എല്ലാ ദിവസവും നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നു കഷ്ടദിവസം എന്ന് ആസഫ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോൾ താൻ അതിനെ വിളിക്കുന്ന പേരാണ് കഷ്ടദിവസം. നമ്മുടെ കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്ലോക്ക് അനുസരിച്ച് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകളാണല്ലോ. അതിൽ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആയുസ്സിൽ കടന്നു വരുന്നതായ ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ, അവയാണ് ഇവിടെ ആസഫ് കഷ്ടദിവസങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ദിവസത്തെക്കുറിച്ചല്ല താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങളുണ്ട്. എപ്പോഴും ജീവിതം സുഖപ്രദമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ജീവിതത്തിൽ ധാരാളം അനർത്ഥ ദിവസങ്ങൾ, പ്രയാസമുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ദിവസങ്ങളുടെ പ്രത്യേകതയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മറിച്ച് ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂല സാഹചര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വസ്ത്രം നെയ്യുന്നതായ ഒരു വസ്ത്രശാല താൻ സന്ദർശിച്ചു. അപ്പോൾ താൻ കണ്ട കാഴ്ച, ഒരുവൻ തറയിലിരുന്ന് ജോലി ചെയ്യുക. വർണ്ണ നൂലുകൾ അദ്ദേഹം അതിലേക്ക് വിരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. പക്ഷേ താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ഒരു കറുത്ത നൂലിൻ്റെ കെട്ടെടുത്തിട്ട് അത് ആ തറയിൽ പാകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ സന്ദർശകനായ മനുഷ്യന് വളരെയധികം വിഷമമുണ്ടായിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇത്രയും നേരം താങ്കൾ വളരെ വർണ്ണാഭമായ നൂലുകളല്ലേ ഈ തറയിൽ വിരിച്ചത്, ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കറുത്ത നൂലിൽ പാകുന്നത്? അപ്പോൾ ആ തറയിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ പ്രകാരം പറഞ്ഞു, കറുത്ത നൂലുകൾ നമ്മുടെ കണ്ണിന് വലിയ അഴക് തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ മറ്റ് കളറുകൾക്ക്, പച്ച, മഞ്ഞ, നീല തുടങ്ങിയതായ മറ്റ് കളറുകളുള്ള നൂലുകൾക്ക് വസ്ത്രം നെയ്യുമ്പോൾ ഭംഗി ലഭിക്കണമെങ്കിൽ ഈ കറുത്ത നൂല് പാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കഷ്ടദിവസമെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടദിവസങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വർണ്ണാഭങ്ങൾ ആക്കുന്നത്. അതേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കഷ്ടദിവസങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ തള്ളിക്കളയരുത്. അവിടെയാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് ദൈവത്തെ കൂടുതൽ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നമ്മൾ തകർന്നു പോകും എന്ന് കരുതുന്നതായ മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഉണ്ടാവുകയില്ല. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒട്ടും പതറണ്ട. യേശു നിങ്ങളോടുകൂടെയുണ്ട്. അവൻ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ,
ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടങ്ങൾ, പലപ്പോഴും ഞങ്ങൾ കഷ്ട ദിവസങ്ങളെന്നോ പ്രതികൂലത്തര ദിവസമെന്നോ എന്നൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ടെങ്കിലും, പക്ഷേ അതെല്ലാം ഞങ്ങൾക്കായി നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്നിനും പ്രയാസപ്പെട്ടു പോവുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും നിറയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all. Thank you for watching Morning Dew. Kindly tune up for next day messages.